അത്തരത്തിൽ ഞങ്ങളുടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞൊരു വകുപ്പ് ഞങ്ങൾക്കുണ്ട്. ആ വകുപ്പിൻ്റെ മന്ത്രിയും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു സെമിനാർ സെക്രട്ടറിയും ഒക്കെ ചേർന്ന് നടത്തുന്നു എന്ന് പറഞ്ഞ് അതിനെയൊന്ന് വെള്ളപൂശാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ട് താൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണോ അവിടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിനെ, ഒരു സമൂഹത്തിനെ കൊണ്ടെത്തിച്ച് വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വിജയൻ മാത്രമേ ഉള്ളൂ. ബി ജെ പിയുടെ പിന്നെ ഹിന്ദുക്കളെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൂടെ അവർ കുറേ പിടിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ വലിയ ശക്തിയായിരിക്കുന്നു. ഇത്തരം ഒരു ഭാവി ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക്, കേരളത്തിലെ യുവജനങ്ങളെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ മദ്യവും മയക്കുമരുന്നും ആയിട്ട് പിള്ളേർ പോകുന്നത്, അല്ലെങ്കിൽ റാപ്പർ വേടൻ്റെ സംഗീതത്തിൽ മാത്രം മയങ്ങി പോകുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നും ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെയാണ്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് നിറഞ്ഞ നമ്മുടെ കൊച്ചു കേരളത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് സാധാരണയായി നടക്കാറുള്ളത്. ഇതിനിടയിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സെമിനാറും ചെറിയ രീതിയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ചിന്തിക്കുന്നവരുടെ മനസ്സിലേക്ക്. അത് ഭരണപക്ഷത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെ മുൻകൈയെടുത്ത് നടത്തുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണ്? ഇതേ രീതിയിൽ മറ്റ് പാർട്ടികളും നടപടികളുമായി മുന്നോട്ട് വന്നാൽ അത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന ആശങ്ക എത്രത്തോളം വലുതാണ് പരിശോധിക്കാം. നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം ആഗോള അയ്യപ്പ സംഗമമാണ് നമ്മൾ കേട്ടത്. അത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ ഒരുപാട് നടന്നു. ഇപ്പോൾ പന്തളത്ത് കോടതി കയറി പന്തളത്ത് നടത്താൻ പറഞ്ഞു. കൃത്യമായ മാർഗ്ഗനിർദ്ദേശമൊക്കെ കോടതി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേൾക്കുന്നു ന്യൂനപക്ഷ സംഗമവും നടത്തുകയാണ് എന്ന്. പിന്നീട് ചോദ്യം വന്നപ്പോൾ അത് ന്യൂനപക്ഷ സെമിനാറായി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ നമ്മുടെ കേരളത്തിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സമൂഹമാണ് നിലനിൽക്കുന്നത്, രീതിയാണ്, കൾച്ചറാണ് നമുക്കുള്ളത്. എല്ലാവരും സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല. അവിടേക്ക് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങളിൽ വിപ്ലവകരമായ നീക്കങ്ങളിലൂടെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നേറി വന്നൊരു പ്രസ്ഥാനം ഈ രീതിയിൽ ഒരു ചുവടുവയ്പ് നടത്തുമ്പോൾ ചിന്തിക്കുന്നവർക്ക് വളരെ ആശങ്ക തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. എന്താണ് അങ്ങയുടെ മനസ്സിലേക്ക് വരുന്നത്? അല്ലെ, കുറച്ച് നാളായിട്ട് കേരളത്തിൽ ഈ ആശങ്ക നിലനിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണലിസ്റ്റ് പാർട്ടികളായോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലുള്ള ഒരു പ്രയോഗമാണ് അയ്യപ്പ സംഗമത്തിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ അയ്യപ്പ സംഗമത്തിൽ ഇത് മുന്നോക്കക്കാർക്കുള്ള ഒരു സംഗമമായും അവരെ പ്രീണിപ്പെടുത്താനുള്ള സംഗമമായും വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഈ പിന്നോക്ക സംഗമം വന്നത്. ഈ അയ്യപ്പ സംഗമം ശരിക്കും പറഞ്ഞാൽ അത് ദേവസ്വം ബോർഡൊക്കെ നടത്തുന്ന ഒരു പരിപാടിയായതുകൊണ്ട് ഭക്തന്മാരുടെ പരിപാടി, ക്ഷേത്രത്തിനെ സംബന്ധിച്ച് സർക്കാരിന് അതിന് നടത്തിപ്പിൽ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അയ്യപ്പ സംഗമം എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ന്യൂനപക്ഷ സംഗമം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മാറുകയാണ്. അതിന് ഒരു ഒരു മതവിഭാഗത്തിൻ്റെ ചൊവ്വ അതിനകത്ത് വരുന്നു. അപ്പോൾ അത് ഒരു സർക്കാർ അങ്ങനെ നടത്താമോ, ഒരു ജനാധിപത്യ സർക്കാർ അങ്ങനെ നടത്താമോ, പിന്നെ ജനാധിപത്യ പാർട്ടികൾ അങ്ങനെ നടത്താമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് വരും. നാളെ ഇത് അയ്യപ്പ സംഗമം പോലെ ഇത് കോടതി കയറും. അപ്പോൾ കോടതി കയറുമ്പോൾ തീർച്ചയായിട്ടും കോടതി വളരെ രൂക്ഷമായിട്ട് ഇതിനെ സമീപിക്കും. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ ഇടപെടാം. രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ഇടപെടാനുള്ള സാധ്യതകൾ അതിനകത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ബുദ്ധിപൂർവ്വം കണ്ടുകൊണ്ടായിരിക്കും ഗവൺമെൻറ് രണ്ടടി പുറകോട്ട് പോയിട്ട് ഇപ്പോൾ പുതിയ ഒരു പേരിട്ടിരിക്കുന്നു, ന്യൂനപക്ഷ സെമിനാർ. അത് ഞങ്ങൾ ഇത് മാത്രമല്ല എല്ലാ വകുപ്പിലും ഇതുപോലത്തെ സെമിനാറുകൾ നടത്താൻ പോകണമെന്നൊരു വ്യാഖ്യാനം കൂടെ വന്നിട്ടുണ്ട്. 33 സെമിനാറുകൾ ഞങ്ങളിങ്ങനെ വിവിധ വകുപ്പുകളിലെ വെച്ച് നടത്തും. അതിൽ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുക. അത്തരത്തിൽ ഞങ്ങളുടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞൊരു വകുപ്പ് ഞങ്ങൾക്കുണ്ട്. ആ വകുപ്പിൻ്റെ മന്ത്രിയും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു സെമിനാർ സെക്രട്ടറിയും ഒക്കെ ചേർന്ന് നടത്തുന്നു എന്ന് പറഞ്ഞ് അതിനെയൊന്ന് വെള്ളപൂശാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മറ്റേതിൽ ഭൂരിപക്ഷ പ്രീണനമാണെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം. അതെ. അപ്പോൾ അവിടെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണലിസ്റ്റ് പാർട്ടികളാകുന്നു എന്ന ചോദ്യത്തിന് കൂടുതൽ
പ്രസക്തി ഇപ്പോൾ വരുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇത് ഇടതുപക്ഷം ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിലേക്ക് സ്വാഭാവികമായി നോക്കും അല്ലേ. ഈ ഒരു പാർട്ടി ഇപ്പോൾ എടുക്കുന്ന നടപടികൾ നമുക്ക് പിന്നിലേക്ക് നോക്കേണ്ടി വരുമ്പോൾ വളരെ മിടുക്കന്മാരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള അഴിമതിയുടെ കറ പുരളാത്ത ഒട്ടേറെ നേതാക്കൾ നേതൃത്വം നൽകിയൊരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചവരുടെ പ്രസ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണിത് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, പണ്ടൊക്കെ ഈ സർക്കാരുകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും തെറ്റുപറ്റുമ്പോൾ തിരുത്താൻ സാമൂഹ്യ നേതാക്കളുണ്ടായിരുന്നു, പരിഷ്കർത്താക്കളുണ്ടായിരുന്നു, സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, സാംസ്കാരിക നേതാക്കളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആർക്കും ശബ്ദമില്ല. ഇല്ല, അവരെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർക്ക് ഓശാന പാടുന്നവരായി മാറി. ഇന്നൊരു സുകുമാർ അഴീക്കോടോ ഒരു സുഗതകുമാരിയോ ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖം. തുറന്നു പറയാനായിട്ടൊരു സാമൂഹ്യ പരിഷ്കർത്താവില്ല, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനില്ല, നിരൂപകനില്ല, സിനിമാക്കാരനില്ല. എല്ലാം അവാർഡുകൾക്ക് വേണ്ടി നിൽക്കുന്നവരായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വിമർശിക്കാൻ ആരില്ല. പിന്നെ സാധാരണ ജനങ്ങളാണ്, അവർക്ക് ഇതിനൊന്നും സമയമില്ല. അവർ ധൃതി പിടിച്ച ഒരു ജീവിതമാണ് അവർക്ക്. അത് വളരെ ഫാസ്റ്റായിട്ട് ജോർജ് വാഷിങ്ടൺ പറഞ്ഞ പോലെ 3 കാര്യങ്ങളാണ് ഒരാൾക്ക്: ഹ്രസ്വമായ ജീവിതത്തിലെ ക്ലേശങ്ങൾ, പിന്നെ ഓർമ്മക്കുറവ്. ഇത് 3ഉമാണ് രാഷ്ട്രീയ പാർട്ടികൾ ചൂഷണം ചെയ്യുന്നതെന്ന് ജോർജ് വാഷിങ്ടൺ ഓർമ്മക്കുറവ് അല്ലേ, ഓർമ്മക്കുറവാണ് ഇപ്പോൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം 10 വർഷം ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ഇൻകംബൻസി ഭയങ്കര ശക്തമാണ്. അത് ബുദ്ധിമാനായ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനറിയാം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് അദ്ദേഹം ഈ 2 സാധനങ്ങൾ ഇട്ടിരിക്കുന്നത്: ഭൂരിപക്ഷ, ന്യൂനപക്ഷ. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും മികച്ച രീതിയിൽ പയറ്റുന്ന അല്ലെങ്കിൽ പയറ്റാൻ കെൽപ്പുള്ള ഒരു നേതാവ് പിണറായി വിജയൻ തന്നെയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാൻ മിക്കവാറും കെ നായനാർ, പിണറായി വിജയൻ, എസ് അച്യുതാനന്ദൻ, പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ അതുപോലെ ഉമ്മൻചാണ്ടി, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം അടുത്തു നിന്ന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഇദ്ദേഹത്തിൻ്റെ 2.5 വർഷം ഇദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ ഞാൻ തന്നെയാണ് നടത്തിയിരുന്നത്. എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു വ്യക്തിയുടെ ചലനങ്ങൾ വരെ അദ്ദേഹം ശ്രദ്ധിക്കും. ഒരു വ്യക്തിയുടെ ശക്തിയും ദൗർബല്യവും അത് പെട്ടെന്ന് മനസ്സിലാക്കും. ഒരു വിഭാഗത്തിൻ്റെ ഒരു മീറ്റിങ്ങിലൊക്കെ എങ്ങനെയാണ്, പോലീസുകാരുടെ IPSകാരുടെ മീറ്റിംഗ് 250ഓളം IPSകാരിരിക്കുന്നു, അദ്ദേഹം മാത്രം വെള്ളമുണ്ടും വെള്ള ഷർട്ട് വിട്ട ഒരാൾ. ലോക്നാഥ് ബെഹ്റ DGP ഇപ്പുറത്തിരിക്കുന്നു. ബാക്കി മുഴുവൻ ആൾക്കാരും ഇങ്ങനെ കോട്ടയും ഷൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഹാളിൽ അവരെ മുഴുവൻ ഒരൊറ്റ പോയിന്റിൽ കൊണ്ട് നിർത്തി അവരുടെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പ്രത്യേക ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്, നേതാവാണ് അദ്ദേഹം. ഞാൻ ഇതുപോലെ വേറെ ഞാൻ ഒരുപാട് നേതാക്കളെ ഇങ്ങനെ പലരെയും കണ്ടിട്ടുണ്ടെങ്കിലും, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പല നേതാക്കൾ കണ്ടിട്ടുണ്ടെങ്കിലും, ഇത്രയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ട് താൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണോ അവിടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിനെ, ഒരു സമൂഹത്തിനെ കൊണ്ടെത്തിച്ച് വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വിജയൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2ാം ഊഴം കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വൈഭവം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു, ഇല്ലെങ്കിൽ കേരളത്തിൽ ആർക്കും 2ാം ഊഴം ഒന്നും അങ്ങനെ തലവിര ഇല്ല. അതെ, അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രതിപക്ഷവും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിൽ. ദുർബലമാക്കുന്നതിനും അദ്ദേഹത്തിന്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേച്ചർ അത് തന്നെയാണ് UDF ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത്. അവിടെയാണ് നമുക്ക് അതിലേക്ക് പോകേണ്ട. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു വിഷയം അത് വേറെ UDF കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഈ 10 വർഷത്തെ ആൻറ്റി ഇൻകംബൻസി, ജനങ്ങളുടെ ഓർമ്മക്കുറവെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഓർമ്മക്കുറവിനെ ഓർമ്മശക്തിയാക്കി മാറ്റുന്നത് പ്രതിപക്ഷത്തിൻ്റെ കഴിവാണ്. 10 വർഷത്തെ നിങ്ങളുടെ യാതന, വേദന ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് ഇലക്ഷൻ. ആ ഇലക്ഷനിൽ അത് ഓർമ്മപ്പെടുത്താൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഭരണപക്ഷത്തിന് ഭംഗിയായി അതിനെ കവർ ചെയ്യാൻ ഓർമ്മകളെ മറക്കൂ, പുതിയ ഓർമ്മകളെ ഇതാ വരുന്നു അയ്യപ്പ സംഗമം. 5 ദിവസം ഉണ്ടെങ്കിൽ 5 വർഷത്തെ 5 ദിവസമായി 5 വിരലുകളായി നമുക്ക് കാണാം, ഉപമിക്കാമെങ്കിൽ 1, 2, 3, 4 അല്ലെങ്കിൽ 4 വർഷവും ആ ഞടി കൊടുക്കുന്നു. അവസാനം തലോടൽ. ഈ തലോടലിൽ എല്ലാം മറക്കുകയാണ്. പിന്നെ രസം എന്നറിയാം, ഈ ഇപ്പോഴത്തെ ഒരു സാധനം വന്നിരിക്കുന്നത് റേഷൻ കടകളിൽ മാവേലി സ്റ്റോറുകളാക്കി മാറ്റുന്ന കാര്യം. ഇത് ഞാൻ ഈ കൃഷിമന്ത്രിക്ക്, ഈ മന്ത്രി അധികാരത്തിൽ കയറിയ അന്ന് പറഞ്ഞു കൊടുത്ത സാധനമാണ്. ഞാൻ നേരിട്ട് പോയി പറഞ്ഞതാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്, സാറേ ഈ മാവേലി സ്റ്റോറുകളെല്ലാം നമുക്ക് അവസാനിപ്പിക്കണം. കാരണം ഈ സിവിൽ സപ്ലൈസിൻ്റെ ചുമ്മാ എത്രയോ സ്റ്റാളുകൾ ഇതൊക്കെ അതെല്ലാം റേഷൻ കട വഴിയാക്കണം. അപ്പോൾ എന്ത് ലാഭമാണത്? സർക്കാരിന് ലാഭവും കിട്ടും, ആളുകൾക്ക് പെട്ടെന്ന് സാധനം അടുത്ത് കിട്ടുകയും ചെയ്യും. അത് 4ാം വർഷം കഴിഞ്ഞിട്ട് 5ാം വർഷത്തിൻ്റെ അവസാന യാമങ്ങളിലാണ് ഈ പദ്ധതി പോലും ഇപ്പം പത്രത്തിൽ വന്നത് ഞാൻ കണ്ടത്. മാവേലി സ്റ്റോറുകൾ റേഷൻ കടകളിലേക്ക് എത്തുന്നു എന്നുള്ളത്.
ഓക്കെ. ഇത് എന്നേ ചെയ്യാവുന്ന ഒരു കാര്യം. ഇത്ര 5 വർഷം ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത് അന്ന് ചെയ്തിരുന്നെങ്കിൽ. ഇതിനിപ്പോൾ അവസാനത്തെ നിമിഷങ്ങളിൽ ചെയ്യുന്നു. സർക്കാരിന് ഒരുപാട് ലാഭമായിരുന്നു. ഈ സിവിൽ സപ്ലൈസിൻ്റെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാമായിരുന്നു. എന്നിട്ട് ഒരു ജില്ലാ ഓഫീസ് മാത്രം മതി ഇത് മാവേലി സ്റ്റോറിൽ എത്തിക്കാനായി, ഈ റേഷൻ കടകളിൽ എത്തിക്കാനായിട്ട് ഒരു ജില്ലാ ഓഫീസ് മാത്രം മതി. ഭംഗിയായിട്ട് സിവിൽ സപ്ലൈസിന് ഇത് ചെയ്യാമായിരുന്നു. അതെ അതെ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ മറവിയുടെ തണലിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പഴയ അയ്യപ്പ ഭക്തർക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ മറക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു. അതെ. അപ്പോൾ പക്ഷേ അത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ചോദിക്കാൻ വന്നതും ആ ഒരു വിഷയമായിരുന്നു. അതായത് വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ വോട്ടിന് വേണ്ടി, പണ്ട് EMS പറഞ്ഞ കാര്യം അങ്ങ് തന്നെ പല ഈ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, വോട്ടിന് വേണ്ടി ന്യൂനപക്ഷ പ്രീണനം, അതിനുശേഷം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുവെന്ന് മനസ്സിലാക്കി ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നുവെന്ന് സംശയം തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് പലരും പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയും നാളും തലോടി നിർത്തിയിരുന്ന ന്യൂനപക്ഷം പിണങ്ങില്ലേ എന്ന് തോന്നുമ്പോൾ ഒരു ന്യൂനപക്ഷ പ്രീണനവും, ഇത് വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന, എങ്ങനെയും വളയുന്ന ഒരു പ്രവർത്തനം, അത് കേരളത്തിലെ രാഷ്ട്രീയത്തിന് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എത്രത്തോളം അപകടകരമായിട്ടുള്ള വലിയ അപകടങ്ങളായിരിക്കും. അപകടങ്ങളായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. 1987 EMS പറഞ്ഞത് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ഉണ്ടാവണം. കാരണം കക്ഷികൾ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളുമായി ചേർന്നുകൊണ്ട് വളർന്നു വരികയാണ്. ആ ഭൂകമ്പത്തിനെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യ, ഇന്നിപ്പോൾ CPIയുടെ മീറ്റിങ്ങിലും അവർ യോഗത്തിൽ അവസാനം പറഞ്ഞ അതാണ്, ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു ഐക്യനിര ഇവിടെ കെട്ടിപ്പടുക്കണം. അതിനകത്ത് അല്പം പോലും കറ പാടില്ല. അതുകൊണ്ട് EMS 87 എന്താ എന്നറിയാമോ, 86 തന്നെ കൂടുതൽ നിന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ വെറുതെ ചുമ്മാ ചീത്ത പറഞ്ഞ് വെളിയിലിറക്കി. അതായത് പിന്നെ അതിന് നേതാക്കൾ കോഴിക്കോട് യോഗത്തിലിരിക്കുമ്പോൾ EMS അവിടെ കോഴിക്കോട് വെച്ച് പ്രസംഗിക്കുകയാണ്. 8 കെട്ടാം 10 കെട്ടാം എന്നും പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അധിക്ഷേപിച്ച് പിന്നെ മുസ്ലിമിൻ്റെ രീതികൾ, പിന്നെ അവരുടെ നിയമങ്ങൾ, ഇതൊക്കെ ശരീഅത്ത് നിയമങ്ങൾ, ഇതിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ച് ഇവർക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ആട്ടി ഇറക്കുകയാണ് ചെയ്തത്. കേരള കോൺഗ്രസിനെ അതുപോലെ അകറ്റി നിർത്തി. അപ്പോൾ ഒരു വർഗീയ പാർട്ടിയും ഒരു വർഗീയ ഇവരൊന്നും പൂർണ്ണമായും വർഗീയമൊന്നും പറയാൻ പറ്റില്ല, ഒരു സെമി വർഗീയമായിട്ടാണല്ലോ ഇവർ കളിക്കുന്നത് ഈ കേരള കോൺഗ്രസ്സൊക്കെ. അതിനെ പോലും അദ്ദേഹം അടുപ്പിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് പൂർണ്ണമായും CPM, CPI, RSP, പിന്നെ ജനതാദൾ, പഴയ ജനതാ പാർട്ടിയുടെ അവശിഷ്ടങ്ങൾ, സോഷ്യലിസ്റ്റ് കക്ഷികൾ മാത്രം ചേർത്തുകൊണ്ടൊരു മന്ത്രിസഭ അദ്ദേഹം 82 സീറ്റോടുകൂടി രൂപീകരിച്ചു. അതാണ് 1987 EMS മന്ത്രിസഭ, EK നായനാർ മന്ത്രിസഭ. അതുപോലെ ഒരു മന്ത്രിസഭ കേരളത്തിൽ അനിവാര്യമായിരിക്കുന്നു. കാരണം ഇന്ന് വർഗീയതയുടെ ഏറ്റവും വിപത്ത് പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ചിന്തിക്കുന്നത് വർഗീയമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ സൗഹാർദ്ദം പൂർണ്ണമായും പോയി. അപ്പോൾ സർക്കാരും കൂടെ ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്താൽ അതൊരു പക്ഷേ ആൻറ്റി ഇൻകമ്പൻസി കവർ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ മത സംഘടനകൾ എതിർഭാഗത്ത് ശക്തി കൂടിയുണ്ടായിരിക്കാം. ഒരുപക്ഷെ അതൊക്കെ ഇതിനകത്ത് ഘടകങ്ങളാണ്. ഇപ്പോൾ BJPയുടെ പിന്നെ ഹിന്ദുക്കളെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൂടെ അവർ കുറേ പിടിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ വലിയ ശക്തിയായിരിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട്, മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അതല്ലാതെ മറ്റ് പല പ്രീണനങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ CPMന് അങ്ങനെ നിൽക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത. പക്ഷേ അത് എവിടെ പോയി എത്തും എന്നുള്ളത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ നിന്ന് നമ്മൾ മറുവശത്തേക്ക് പോകുന്നു. അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ UDFിലേക്കും BJPയിലേക്കും ഒക്കെ നോക്കുമ്പോൾ അവർക്കൊക്കെ തന്നെ കൃത്യമായി ചുവടുവയ്പ് നടത്തിയാൽ തന്നെയും വിശദീകരണം നൽകാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അല്ല, അതാ ഒരു പ്രത്യയശാസ്ത്രം അങ്ങനെയാണ്. അവരുടെ എല്ലാം പ്രത്യയശാസ്ത്രത്തിൻ്റെ വ്യത്യാസമാണ്, മനസ്സിലായില്ലേ? കോൺഗ്രസിന് ആ പ്രത്യയശാസ്ത്രം പറ്റില്ല. പക്ഷേ അതുകൊണ്ടാണ് കോൺഗ്രസ് പലയിടത്തും ചത്തുപോകുന്നത്. ഓക്കെ. ഇന്ത്യയിൽ കോൺഗ്രസ് മരിക്കാനുള്ള കാരണം അവർ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ സോഷ്യലിസമാണ്, ജനാധിപത്യമാണ്, എല്ലാവരെയും ഒന്നിച്ച് കാണലാണ്. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് അവർ നീങ്ങി എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യയിൽ അവരുടെ കൈവിട്ടു പോയത്. ഇത് ത്രിവർണ്ണ പതാകയുള്ള മുസ്ലിം ലീഗാണ് എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യയിൽ അവർ പലരും കാണുന്നത്. അതെ. ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ യുവജനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നേപ്പാളിൽ നമ്മൾ കാണുകയാണ്, അവിടെ ഒരു ഭരണകൂടത്തെ തന്നെ മറിച്ചിടാൻ പോകുന്ന കരുത്ത് അവർക്കുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ രാജ്യങ്ങളിലൊക്കെ അത് അവർ തെളിയിച്ചു. ഇന്ത്യയിൽ അത്തരത്തിലൊരു നീക്കം, ആ ഒരു മറിച്ചിടൽ നീക്കം നടക്കില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ
ശക്തമായൊരു രാഷ്ട്രീയ മൂവ്മെൻറ്റിനുള്ള സ്പേസ് അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറയുന്നത് ഈ ജാതി മതം എന്ന അതിർവരമ്പുകളൊക്കെ തന്നെ ഭേദിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജാതി മതമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ആ ഒരു ജെൻ സി എന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളെ വിശേഷിപ്പിക്കാവുന്ന പ്രായത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ പുതിയ വോട്ടർമാർ കഴിഞ്ഞ രണ്ട് ടേമിലൊക്കെ ആയിട്ട് പുതിയ വോട്ടർമാരായി വന്നു ചേർന്നവർ ഒക്കെ തന്നെ ഇവരുടെ മനസ്സിനെ കീഴടക്കാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, അത് ഭൂരിപക്ഷ പ്രീണന സംഘമായാലും ന്യൂനപക്ഷ പ്രീണന സംഗമമാണെങ്കിൽ തന്നെയും അതിന് ഒക്കെ അവരുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഒരിക്കലും ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റാപ്പർ വേടനെ കൊണ്ടുവന്ന് പല രാഷ്ട്രീയ പാർട്ടികൾക്കും വേദിയിൽ ഇരുത്തേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അവിടെ കാരണം രാഷ്ട്രീയ നേതാവ് പണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു ചോക്ക് പെൻസിലിൽ എഴുതി ഇന്ന് പുത്തരി കണ്ടത്ത് EMS 5 മണിക്ക് സംസാരിക്കുന്നു പല ജംഗ്ഷനിൽ എഴുതും. ജനങ്ങൾ തനിയെ പോവാണ്. അല്ലെങ്കിൽ മാനാഞ്ചിറ മൈതാനത്ത് സംസാരിക്കുന്നു എഴുതുമ്പോൾ ജനങ്ങൾ സൈക്കിൾ എടുത്തും അല്ലെങ്കിൽ സിറ്റി ബസ്സിൽ തൂങ്ങി നിന്ന് കയറിയുമൊക്കെ പുത്തരിക്കണ്ടം മൈതാനത്തോ മാനാഞ്ചിറ മൈതാനത്തോ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം വലിയൊരു സദസ്സ് കേൾക്കുകയാണ്. ആരും സംഘടിപ്പിക്കുന്നില്ല. മനസ്സിലായില്ലേ? ജനങ്ങൾ തനിയെ അവരുടെ യോഗത്തിന് പോകുന്നു. അവിടെ നിന്ന് പലതും ഊർജ്ജസ്വലമായ പലതും കേട്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അത് തൻ്റെ ജീവിത ശൈലിയാക്കിയും രാഷ്ട്രീയ പ്രവർത്തനമാക്കിയും മാറ്റുന്ന പ്രവർത്തകരും അണികളും ജനങ്ങളുമുള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതെ, അതിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കും. അവിടെയാണ് ഞാൻ എൻ്റെ അടുത്ത പോയിന്റ് ഇവിടെ നാളെ കൂട്ടാൻ റാപ്പർ വേണം, അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും വേണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടി വേണം. അല്ല, ഞാൻ പറയട്ടെ, അവിടെയാണ് എൻ്റെ അടുത്ത പോയിന്റ് വരുന്നത്. അതായത് അന്ന് EMS സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾ സംസാരിച്ചത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് സംസ്കരിച്ചെടുക്കപ്പെടാം, നമ്മുടെ രാഷ്ട്രീയ ചിന്ത അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ഉന്നതമായിട്ടുള്ള ചിന്താ രീതിയിലൂടെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ മഹാന്മാരുടെ ജീവിതങ്ങളൊക്കെ പകർന്നു തരുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മൾ ജെൻ സിയിലേക്ക് പോകുമ്പോൾ, അടുത്ത തലമുറയിലേക്ക്, ഇപ്പോഴത്തെ യുവ രക്തത്തിലേക്ക് പോകുമ്പോൾ അവരെ സ്വാധീനിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ്. അവിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മാറി ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള സംഗമങ്ങളല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് എന്താണ് എന്ന് തിരഞ്ഞു പിടിച്ച് അവരുടെ അടുത്തേക്ക്, അവരുടെ ഉള്ളിലേക്ക് കടന്നു കയറുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ശ്രമകരമായിട്ടുള്ള ആ ദൗത്യം ഏറ്റെടുക്കാൻ എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും മിടുക്കോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അല്ലേ? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായുടെയും മോദിയുടെയും ലൈൻ പിന്തുടരുന്നുണ്ട്. അമിത്ഷായും മോദിയാണ് നമ്മൾ പറയേണ്ടത്. എന്നോട് പലരും പറയും നിങ്ങൾ മോദി ഭക്തനാണ്, എപ്പോഴും മോദി മോദി എന്ന് പറയുന്നത്. എനിക്കത് സത്യത്തിൽ ഇന്ത്യയിൽ വന്ന പ്രധാനമന്ത്രിമാരിൽ ഇത്രയധികം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഇപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് എത്ര സ്റ്റാർട്ടപ്പുകൾ അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു. അതെ, ഇപ്പോൾ 5 ലക്ഷം കോടി രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് ഞാൻ തരുന്നു എന്ന് പറയുന്നു. അതായത് വേറൊന്നും ഞാൻ പറയാം, അത് പറഞ്ഞതുകൊണ്ട് അതായത് ഇപ്പോഴത്തെ GST പരിഷ്കരണം, അതെ, അത് സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും പറ്റിയ രീതിയിലാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല എല്ലാ വ്യവസായങ്ങൾക്കും ക്രയവിക്രയത്തിന് ഇത്രയും രാജ്യത്തിനകത്ത് തന്നെ സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു നടപടി. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്, സ്വന്തമായി തുടങ്ങുന്നതിന്, ആ സംരംഭങ്ങൾ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വേറെ 5-6 പേർക്ക് ജോലി കിട്ടുന്നതിന്, ഇതിനൊക്കെയുള്ള സന്ദർഭം വരുമ്പോഴല്ലോ പിള്ളേർക്ക് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്നത് പഠിക്കുക, ഇന്ന ലൈനിൽ പോവുക, IT ആണെങ്കിൽ IT, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, ആ ട്രേഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവനൊരു ജോലി ഉറപ്പാണ്, സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിലോ ഒരു ജോലി ഉറപ്പാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ, കേരളത്തിലെ കുട്ടികൾ നിരാശരാണ്. അതെ, കേരളത്തിലെ കുട്ടികൾ 2 ലക്ഷം പേര് ഒരു വർഷം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി മദാമ്മയുടെയും സാഹിബിൻ്റെയും ദേഹത്തെ അഴുക്ക് തുടച്ച് കളയുന്ന ഹോം നേഴ്സായിട്ടും അല്ലെങ്കിൽ എച്ചിൽ എടുത്ത് കളയുന്ന ജോലിയും ചെയ്തിട്ടാണ് അവരവിടെ നിന്ന് പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടാതെ പിന്നെയും ഇത് ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ പക്ഷേ അവർ പറയുന്നത് എന്തറിയാമോ, 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഒരു പ്രത്യാശയുണ്ട് സാറേ. 10 വർഷം ഇവിടെ നിന്ന് ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു, എനിക്കിവിടെ നല്ലൊരു ഭാവി ഉണ്ട് എന്ന് വിശ്വസിച്ച് തൂങ്ങുന്നവരാണ്. അത്തരം ഒരു ഭാവി ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക്, കേരളത്തിലെ യുവജനങ്ങളെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ മദ്യവും മയക്കുമരുന്നും ആയിട്ട് പിള്ളേർ പോകുന്നത്, അല്ലെങ്കിൽ റാപ്പർ വേടൻ്റെ സംഗീതത്തിൽ മാത്രം മയങ്ങി പോകുന്നത്. അതാണ് എൻ്റെ അടുത്ത നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. അവിടെയാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കരിക്കുലം ചേഞ്ച് നമുക്കിവിടെ സംഭവിക്കുന്നില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും പതിറ്റാണ്ടുകൾ പിറകിലാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഓക്കെ, 4 വർഷ ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്.
അല്ലെങ്കിൽ 5 വർഷ ഡിഗ്രിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എത്രത്തോളം സജ്ജമാണ് നമ്മുടെ സർവകലാശാലകൾ? ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എത്രത്തോളം പ്രാപ്തരാണ്, സമ്പന്നരാണ് നമ്മുടെ ഇപ്പോഴത്തെ അധ്യാപകർ? ദാറ്റ് ഈസ് ദ പോയിന്റ്. അവിടെയാണ് പ്രശ്നം. കോളേജുകളിൽ സമരങ്ങളും അട്ടികളും അട്ടഹാസങ്ങളും നടക്കുകയും കുട്ടികൾ പ്രൈവറ്റായിട്ട് ട്യൂഷൻ എടുത്ത് പിന്നെ എൻട്രൻസ് പരീക്ഷ പാസ്സാകുകയും ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടേത്. എല്ലാ കോളേജുകളും അടച്ചുപൂട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കൾ ഒത്തിരി പേരെ ഞാൻ കണ്ടു. എൻ്റെ കുഞ്ഞിനെ ഞാൻ കോളേജിൽ അയക്കുന്നതിന് പകരം ഈ കോളേജിൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് മാത്രം തന്നാൽ മതി, ഇത്ര അറ്റൻഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ പരീക്ഷ ഞങ്ങൾ പോയി എഴുതിക്കൊള്ളാം. അത് തരാത്തതുകൊണ്ടാണ് ഈ പിള്ളേരെ അയക്കുന്നത്. അറ്റൻഡൻസ് എൻ്റെ പേരിൽ മാത്രം കുട്ടികളെ കോളേജിൽ അയക്കുന്ന ഒത്തിരി അതായത് സയൻസ് മാത്സ് ഗ്രൂപ്പുകളിൽ ഉള്ള കുട്ടികളിലെ പലരും അങ്ങനെയാണ്. സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം കൂടെ ഞാനൊരു ചെറിയ ഒരു പീരീഡ് എന്ന് പോലെ ഇട്ടേക്കാം. അതായത് ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യത്തിൽ അവർക്ക് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് ദുഃഖകരമായ. ഇപ്പം കേരള യൂണിവേഴ്സിറ്റി 2000 സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കൊടുക്കാൻ ആളില്ലാതെ ഇപ്പം പിന്നെ VC ഇല്ല. വളരെ ദയനീയമാണ്, വളരെ ദയനീയം. ഇത് വളരെ എങ്ങനെയാണ് സന്തോഷത്തിലിരിക്കുക? അതെ, കുട്ടികൾക്ക് യുവാക്കൾക്ക് എങ്ങനെയാണ് സന്തോഷം വരിക? അപ്പോൾ യുവാക്കൾക്ക് പ്രത്യാശ കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം, കടൽക്കിഴവന്മാരുടെ രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിൽ നിൽക്കുന്നതെന്ന് ആരെങ്കിലും പരാതി പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആർക്കും ഇതിനെ തിരുത്തൽ ശക്തിയായി മാറുവാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഓക്കെ, ഇത് വിദ്യാഭ്യാസ മേഖല അങ്ങനെ. എന്തുകൊണ്ട് ഞാനങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കരിക്കുലം മാറുന്നില്ല. നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തൊഴിൽ മേഖലകൾ ടാപ്പ് ചെയ്യുവാൻ പോകുന്ന പ്രാവീണ്യമുള്ള ഒരു യുവ ഫോഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു യുവനിരയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ 1ാം ക്ലാസ്സിൽ 3 ലക്ഷം കുട്ടികളാണ് ചേരുന്നത്. 2 ലക്ഷമാണ് 3 ലക്ഷമാണ് 2 ലക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാക്സിമം 3 ലക്ഷം. അതിൽ 2 ലക്ഷം ഓരോ വർഷവും പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നേ. അപ്പോൾ ഇവിടെ കുട്ടികളില്ല, യുവാക്കളില്ല. പിന്നെ ഇവിടെ ഉള്ളതാരാ? അടി കൂടുന്ന, തല്ലുകൂടുന്ന കുറേ പിന്നെ പിള്ളേരാണ് ഇവിടെ ഉള്ളത്. അതായത് പിന്നെ രക്ഷകർത്താക്കൾ വേണ്ട രീതിയിൽ നോക്കുന്നവനെയൊക്കെ എങ്ങനെയെങ്കിലും വെളിയിലോട്ട് അയക്കുക. അതെ അതെ, ഇല്ലാത്തവരെ ഇങ്ങോട്ട് നിർത്തുക എന്നുള്ളത് ശൈലിയായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗതിയില്ലാത്തവർ എല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ല. ചിലർ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, അയാൾക്ക് പിന്നെ ഇപ്പോൾ അമേരിക്കയിൽ കുട്ടിയെ അയക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ നീ നിർത്തിയില്ല, ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് ആരുടെയെങ്കിലും കാല് പിടിച്ച് കൊടുത്ത് ഏതെങ്കിലും ഒരു ജോലി നേടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിൽ പോയി ജോലി നടക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംഗമങ്ങളും സെമിനാറുകളും നടക്കുമ്പോൾ വിഴിഞ്ഞം വന്നുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം അനന്ത സാധ്യതയാണ് നമുക്ക് മുന്നിൽ തുറന്നിരുന്നത്. അവിടേക്ക് പ്രാപ്തരായ യുവജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് ഈ മന്ത്രിമാർ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് ഇപ്പോഴത്തെ സംഗമം ഏതാ വേണ്ടേ? ജനകീയ സംഗമമാണ് വേണ്ടത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ 5 വർഷം പിന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയാത്തത് ഇപ്പോൾ ചെയ്യാൻ കഴിയണ്ടേ? നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യാണ് 15,000 ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. നമ്മളത് ഡിസ്കസ് ചെയ്തതിനു ശേഷം പിന്നെ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ് കുറേ ഫയലുകൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ഫയലുകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതെങ്ങനെ? ഓരോ വകുപ്പിലും ഫയലുകൾ ശരിയായ രീതിയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ഉദ്യോഗസ്ഥരിൽ കുറേ പേരെയൊക്കെ അല്ലെങ്കിൽ ചിലരെയൊക്കെ തന്നെ ഇപ്പോഴും സർവീസിൽ നിന്നും മാറ്റി നിർത്തുന്നു, അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, അവരെ വകുപ്പ് മാറ്റുന്നു. അതെ, ഇപ്പം നമ്മുടെ ഡോക്ടർ അശോകിന്റെ അവസ്ഥ ദയനീയമാണ്. അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് വേറൊരു KTDFCയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ ചെറിയ സ്ഥാനത്തേക്ക് മാറ്റിയതിന് അദ്ദേഹം സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് വന്നു കോടതിയിൽ നിന്ന്. സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം അദ്ദേഹത്തിന് SFI പിള്ളേരെ കൊണ്ട് തൃശ്ശൂർ വിട്ട് അടി കൊടുത്തു. മനസ്സിലായില്ലേ? അദ്ദേഹം പിന്നെ കാർഷിക യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്കും കൂടെ എന്തോ ഒരു സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്. അത് വെച്ചിട്ട് അദ്ദേഹത്തിന് രാത്രി 10:30 ട്രെയിൻ ചെന്നിറങ്ങിയപ്പോൾ അവിടെ SFIക്കാരായ ഫീസിൻ്റെ എന്തോ പ്രശ്നം പറഞ്ഞ് അവിടെ ഇട്ട് അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇതുണ്ടായി. എത്ര നികൃഷ്ടമായ രീതിയാണ്. അതായത് നല്ലത് പ്രവർത്തിക്കുന്നവരെ ഒരു കാരണവശാലും ഇവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് സർക്കാർ തന്നെ നേരിട്ട് പറയുന്നതിന് തുല്യമല്ലേ? ഇപ്പം നമ്മൾ കോടതി പോയാൽ നമുക്ക് പറയാം, അത് SFIക്കാർ അവരുടെ പിന്നെ ഫീസിൻ്റെ പ്രശ്നം പറഞ്ഞ് VC തടഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് 3 പിള്ളേരുടെ പേര് കേസെടുത്തു, അത് അങ്ങ് പോകും, അത്രേ ഉള്ളൂ, നമുക്കറിയാം. അപ്പോൾ ഇത് എല്ലാം പേരിന് വേണ്ടി നടത്തുക. എന്നിട്ട് നല്ലത് ചെയ്യുന്നവരെ, നല്ലത് പിന്നെ പറയുന്നവരെ വായടപ്പിക്കുക, ചവിട്ടി ഒതുക്കുക, അങ്ങനെ ഒരു സംവിധാനം ആണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് വരുമ്പോഴാണ് നമ്മൾ പേടിച്ചു പോകുന്നത്. ഇവിടെ ഈ നടക്കുന്ന സംഗമങ്ങൾ എവിടെയാണ് പോയി എത്തിക്കുക എന്നുള്ളത്. ഇത് മറ്റൊരു പിന്നെ വിദ്വേഷ സംഗമമായി മാറുമോ എന്നുള്ളത് നമ്മൾ ഭയക്കുന്നത് അവിടെയാണ്. ജനങ്ങൾക്കിടയിൽ പരസ്പര വൈരവും വിദ്വേഷവും വളർത്തിയെടുക്കുന്ന ഒരു ടൂളുകളായി ഇത്തരത്തിലുള്ള സംഘടനകൾ മാറുകയാണോ എന്നൊരു സംശയം, ആശങ്ക. അതാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഓർമ്മശക്തി ഇല്ല നമുക്ക്.
ആ ഓർമ്മശക്തിയിൽ എന്തെങ്കിലും ബാക്കി 10 വർഷത്തെ വേദനകൾ കിടപ്പുണ്ടെങ്കിൽ അത് മായ്ക്കുക. അതിനായിട്ട് എന്താ പറയുക, പിന്നോക്കക്കാരുടെ ഇപ്പോൾ ഇതിനകത്ത് മുദ്രാവാക്യം വയ്ക്കുന്നതല്ലേ, പിന്നെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം, ന്യൂനപക്ഷങ്ങളുടെ നേരിടുന്ന ഭീഷണി, ന്യൂനപക്ഷങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് സെമിനാറിൽ വരാൻ പോകുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഭീഷണി എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചു. അതെ, ഞാനൊരു ന്യൂനപക്ഷക്കാരനാണെങ്കിൽ ഞാൻ പേടിച്ചു, ഓയോ ഇതാണോ ഈ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭീതി കൊണ്ട് പിന്നെ ഞങ്ങൾ നടന്ന കുറച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ, അപ്പോൾ ഞങ്ങൾ കേമന്മാർ, ഞങ്ങളിങ്ങനെ കുറച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ഭീതിക്കായിട്ട് ന്യൂനപക്ഷങ്ങളെ നിങ്ങൾക്ക് ഭീതിക്കായിട്ട് ആ ഒരു വലിയ കാർമേഘം ഇന്ത്യക്ക് ചുറ്റും ഉരുണ്ടുകൂടുന്നു, അല്ലെങ്കിൽ കേരളത്തിന് ചുറ്റും ഉരുണ്ടുകൂടുന്നു, അതിൽ നിന്ന് നിങ്ങളെ മുക്തനാക്കാനും ഞങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന സാഹചര്യം. ഇതൊക്കെ മറക്കാനും പിന്നെ അവരിൽ വിദ്വേഷത്തിൻ്റെ പകയുടെ ഒരു അഗ്നിജ്വാല ഉയർത്താനും ഇത് സഹായിക്കുള്ളൂ. അതിൽ അതായത് ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക ചുരുക്കി പറഞ്ഞ കലക്ക വെള്ളത്തിലാണെങ്കിൽ ഇത് പിന്നെ തിളച്ച എണ്ണയിൽ ഇപ്പം കൈ പിടിക്കുന്ന ഏർപ്പാടാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഭരണപക്ഷത്തെ മാത്രം ഞാൻ കുറ്റം പറയുകയല്ല, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമാണ്. ഇതേ ബാധകം. UDF ആണെങ്കിലും BJP ആണെങ്കിലും ഓക്കെ, BJP പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ ഒരു അതായത് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് പ്രതീക്ഷ നൽകുന്നുണ്ട്. ജാതി മത വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും മുന്നേറുന്നു എങ്കിൽ അത് തെറ്റാണ്. ഇവിടെ രസമതല്ല, BJP വരെ ഈ ലൈനിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ക്രിസ്ത്യാനികളെ കൂടെ നിർത്തണം. പിന്നെ ഡൽഹിയിൽ ഇമാമുമാരുടെ സംഗമം നടത്തിയിട്ട് അവിടെ നമ്മുടെ RSSൻ്റെ മോഹൻ ഭഗവത് പറയുന്നു മുസ്ലിങ്ങളും ഈ മുഖ്യധാരയിൽ വരണം, ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയുന്നു. അപ്പോൾ അവർ തന്നെ ഒരു പാച്ച് വർക്കിന് തയ്യാറാകുമ്പോഴാണ് ഇവിടെ നമ്മൾ ഡിവിസീവായിട്ട് പോകുന്നത് എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇനി നാളെ BJP യും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ചത്തുപോയ SNDP യും NDP യും SRP യും ഒക്കെ ഉയർന്നു വരാൻ അധിക സമയം വേണ്ട. അതെ, കേരളത്തിൽ പിന്നെ കേരളത്തിൽ എത്രയാ, ഞാൻ ഒരു കണക്ക് നോക്കി, 164 മുന്നോക്ക ജാതികളുണ്ട്. SC-യിൽ 53 ST-യിൽ 35 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാൽ തന്നെ ഏതാണ്ട് 250 ജാതി മത വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഉണർത്താനും ഇതിനൊക്കെ ഓരോ നേതാക്കളെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനൊക്കെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളോ വന്ന് കേരളം ഒരു രാഷ്ട്രീയ ഭ്രാന്താലയമാകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അതെ, 1890 സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചു കേട്ടോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് അവസാനമാണ് കേരളത്തിൽ വന്നത്. അപ്പോൾ ഈ ബീഹാറിനേക്കാളും UP-യേക്കാളും മോശമായ അവസ്ഥയായിരുന്നു 1890 കേരളത്തിൻ്റെ അവസ്ഥ. ഇത് കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഭ്രാന്താലയമാണോ, തൊട്ടാൽ കുളിക്കണം, മുന്നോക്ക ജാതിക്കാരനെ എന്നൊക്കെയുള്ള അവസ്ഥ, ക്ഷേത്രങ്ങളിൽ കയറ്റാത്ത അവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് ഡോക്ടർ പൽപ്പുവിനോടാണ് പറഞ്ഞത്, ഞാൻ ഒരു സ്വാമിയെ വിട്ടുതരാം, നിങ്ങളും കൂടെ നിന്ന് ഇതിന് പരിവർത്തനത്തിന്. ഡോക്ടർ പൽപ്പു അന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിന് എൻലൈറ്റൻ ആയത്, അദ്ദേഹമാണ് ഉണർത്തിച്ചത്. അതുപോലെ ഒരു പുതിയ സ്വാമി വിവേകാനന്ദൻ വന്ന് രാഷ്ട്രീയ ഭ്രാന്താലയത്തിന് ഒരു മാറ്റം വരുത്താൻ ഒരു സ്വാമിയെ വിട്ടുതരേണ്ട അവസ്ഥയിലുണ്ടോ എന്ന്, ഒരു ആത്മീയ സ്വാമി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലല്ല ഞാൻ പറയുന്നത്, വർഗീയമായിട്ടല്ല പറയുന്നത്, ഒരു ആത്മീയ പരിവർത്തനം, അതാണ് സ്വാമി വിവേകാനന്ദൻ ഉദ്ദേശിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഭൗതികമായ ചിന്തകൾ മാത്രം വെച്ചിട്ടാണ് നമ്മുടെ എല്ലാം നടന്നത്. ഒരു ആത്മീയ പരിവർത്തനവും കൂടെ കേരളത്തിന് ആവശ്യമാണ്. ആ ആത്മീയ പരിവർത്തനത്തിന് തിരികൊളുത്താൻ ഒരു സുകുമാർ അഴീക്കോടോ ഒരു സുഗതകുമാരിയോ ONV കുറുപ്പോ ഒന്നും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ പുതിയ ഒരു നേതാവോ ഒരു സ്വാമിയോ അല്ലെങ്കിൽ ഒരു പിന്നെ മുസ്ലിം മത പണ്ഡിതനോ ആരെങ്കിലുമൊക്കെ വരേണ്ട കാലഘട്ടം ആയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അങ്ങ് പറഞ്ഞത്. എങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിമാരിൽ എല്ലാവരെയും ഒന്നും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ കാരണം കഴിഞ്ഞ ദിവസം വായിച്ച വ്യക്തിപരമായി നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കളക്റ്റീവായിട്ട് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് എന്താണ്? അതെ, അതാണ് പ്രശ്നം. ഇപ്പോൾ വ്യക്തിപരമായിട്ട് അവർ അഴിമതി കാണിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അത് അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയായിരിക്കാം. ഇതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഡെലിവറിംഗ് ആണ് പ്രധാനം. നിങ്ങളുടെ പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സർക്കാർ ഓഫീസുകളിൽ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ആശുപത്രികളിൽ ജനങ്ങൾക്ക് കൃത്യമായ ശുശ്രൂഷ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എത്തിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ വിഭാഗീയത നിങ്ങൾ കാണിക്കുന്നുണ്ടോ? രാഷ്ട്രീയമായ പക്ഷഭേദം കാണിച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്, തൊഴിൽ കൊടുക്കുന്നത്, വിദ്യാഭ്യാസം കൊടുക്കുന്നത്, ആരോഗ്യം കൊടുക്കുന്നത്? ഇതൊക്കെയാണ് ഇന്ന് കേരളം നേരിടുന്ന പ്രശ്നം. അതിനൊരു ജനകീയ പിന്നെ സമിതിയോ അല്ലെങ്കിൽ സമ്മേളനമോ ആണ് ആവശ്യം. ആ സമ്മേളനത്തിൽ ഒരു പൊളിച്ചെഴുത്താണ് ആവശ്യം. കേരളത്തിന് ജനങ്ങൾക്ക് നല്ലത് കൊടുക്കാൻ, അത് നല്ലത് കൊടുക്കണമെങ്കിൽ നല്ല IAS ഓഫീസർമാർ വേണം, നല്ല IPS ഓഫീസർമാർ വേണം. അവരെ നിലനിർത്തണം നമ്മൾ.
അവരെയൊക്കെ തലപ്പത്തിരുത്തണം. അവരെ തലപ്പത്തിരുത്തുകയും തെമ്മാടികളെ ഓടിക്കുകയും ചെയ്യണം. ഇത് തെമ്മാടികളെ തലപ്പത്തിരുത്തി നല്ലവരെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. നിഷ്ക്രിയരെയും ആവശ്യമില്ല. നിഷ്ക്രിയരാണ്, കറക്റ്റാണ് ആ വേർഡ്, അതാണ് ഏറ്റവും ആപ്റ്റ്. ഇപ്പം നിഷ്ക്രിയരാണ്, അതായത് 10 മണിക്ക് വരുന്നു, അവിടെ ഇരുന്ന് ഫയലിൽ മുമ്പിൽ കാണുന്ന ഫയലിൽ എന്തെങ്കിലും ഒപ്പിടുന്നു, തള്ളുന്നു, പോകുന്നു. രാഷ്ട്രീയ നേതാവിൻ്റെ നല്ല ഭംഗിയായിട്ട് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നു. റിട്ടയർ ചെയ്താൽ വീണ്ടും 3 ലക്ഷം രൂപയുടെ ഒരു ജോലി സർക്കാർ കൊടുക്കുന്നു. അങ്ങനെ നിഷ്ക്രിയ IAS IPS ഓഫീസർമാരുടെ ഒരു താവളമായി കേരളം മാറി. ആർക്കെങ്കിലും ജോലി ചെയ്യാനോ പിന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ അവൻ അന്യ സംസ്ഥാനത്തിലേക്കോ കേന്ദ്രത്തിലേക്കോ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന അവസ്ഥ. അതെ, ഇതാണ് നമ്മൾ കാണുന്നത്. ഇതിന് മാറ്റം വന്നിട്ട് ഇതാണ് സർക്കാർ ശരിക്കും മാറ്റം വരുത്തേണ്ടത്. ഇത് സർക്കാർ ചെയ്തില്ലെങ്കിൽ ഇത് പറയേണ്ടത് പ്രതിപക്ഷമല്ലേ? ഇവിടെ പ്രതിപക്ഷം അതിനേക്കാൾ അതെ പിന്നെ എന്താ പറയുന്നത്, പിന്നെ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. അവിടെ അടി തന്നിട്ട് അവർക്ക് നേരമില്ലാത്ത അവസ്ഥയാണ്. അതെ, ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ നടത്തേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സംഗമമാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, കാലത്തിനനുസരിച്ച് മാറുവാൻ എവിടെയാണ് പോളിസി ചേഞ്ചസ് വരുത്തേണ്ടത്, ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ശക്തമായ ചുവടുവയ്പ്പുകളോടെ മുന്നോട്ട് പോകുവാൻ ഉതകുന്ന ചിന്താശേഷി ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം. പൊളിറ്റിക്കൽ വിൽ അതിന് വേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ സംഗമങ്ങൾ നടത്തുക, അത് ജാതീയമായി ജനങ്ങളെ വേർതിരിച്ച് തമ്മിലടിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരിക്കലും കൊണ്ടുപോകരുത്. 4 വോട്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ നാടിനെ തകർക്കും. വീണ്ടും കേരളം ഒരു ഭ്രാന്താലയമായി മാറുവാനുള്ള എല്ലാ സാധ്യതകളും അത് തുറന്നിടും എന്നുള്ള കാര്യം മറക്കരുത്. മറ്റൊന്ന്, ഇപ്പോഴത്തെ പുതിയ ജനറേഷന് പ്രതീക്ഷ നൽകുന്ന അവരുടെ ജോബ് ഫോഴ്സിനെ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സാധ്യതകൾക്ക് ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, അതൊക്കെ നമ്മുടെ നാടിന് അനിവാര്യമാണ്. ഇവിടെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിൽ ചെയ്യുവാനുള്ള പ്രാപ്തി അവർക്കില്ല എങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത്രയേറെ അധപ്പതിച്ചു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറഞ്ഞുപോയി എന്ന് മാത്രം. പ്രതീക്ഷിക്കാം മാറ്റമുണ്ടാകുമെന്ന്, ഇന്നല്ലെങ്കിൽ നാളെ. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.